ഇന്നത്തെ പദയാത്ര നാം വാഹനത്തിലാണ് ഇന്നത്തെ പദയാത്രയുള്ളത്. വാഹനവുമായി ബന്ധപ്പെട്ട 5 വാക്കുകളെ നമുക്ക് പഠിക്കാം. ആദ്യമായി വാഹനത്തിന് അറബിയിൽ സയ്യാറ എന്നാണ് പറയാം. എല്ലാവർക്കും അറിയാം, പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. സയ്യാറ എന്ന് പറയാം. ഒന്ന് സയ്യാറ. ഓക്കെ. രണ്ടാമത്തെ വാക്കാണ് ബസ്സിന് നമ്മൾ പറയും ബാസ് എന്ന് പറയും. അതിൻ്റെ പ്ലൂറലാണ് ബാസാത്ത് എന്ന് പറയും. ഓക്കെ, ബാസാത്ത് എന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് ബാസല്ല, ഹാഫില എന്നാണ് പറയാം. അപ്പോൾ സ്കൂൾ ബസ്സിന് എന്ത് പറയാം? ഹാഫില മദ്രസിയ. സ്കൂൾ ബസ്സിന് ഹാഫില മദ്രസിയ എന്ന് പറയും. അപ്പോൾ ബാസാത്ത് എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ട്രെയിലറുകളാണ്. വലിയ ട്രെയിലർ വണ്ടി ഉണ്ടല്ലോ, അതിന് പേര് പറയാം ത്രില്ല എന്ന് പറഞ്ഞാൽ മതി. ത്രില്ല. ഇത് പറയാൻ കിട്ടിയില്ലേ ബുദ്ധിമുട്ടാകും. ഒരു വലിയൊരു ട്രെയിലർ വന്നു, നമ്മളാകെ പേടിച്ചു പോയി എന്നൊക്കെ പറയുമല്ലോ. അപ്പം ത്രില്ല എന്ന് പറയാം. ട്രെയിലർ എന്ന് പറയും ത്രില്ല. പക്ഷെ അതിനുള്ള യഥാർത്ഥ പേര് ഷാഹിന എന്നാണ് പറയാം. ഷാഹിന പെൺകുട്ടീൻ്റെ പേരല്ല കേട്ടോ, ഷാഹിന. സയ്യാറ ഷാഹിന, സവാക്ക് സയ്യാറ ഷാഹിന എന്ന് പറഞ്ഞാൽ ട്രെയിലർ ഡ്രൈവർ എന്നാണ് അർത്ഥം. ഷാഹിന എന്ന് പറയാം. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചു. ഷാഹിന എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലെങ്കിൽ ത്രില്ല എന്ന് പറയാം. ഓക്കെ, 18 ചക്രമുള്ള വണ്ടികളാണ് അതൊക്കെ. പിന്നെ നമുക്കിതിൽ പറയാറുള്ളത് ദറാജ നാരിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ ബൈക്കിന് ദറാജ നാരിയ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനോട് പറയാം, എന്തിനാ ദറാജ നാരിയ വായിദ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടമാനം ബൈക്കുകളാണ്, തലങ്ങും വിലങ്ങും ബൈക്കാണ്. അപ്പം ബൈക്കിന് ദറാജ നാരിയ എന്നാണ് പറയുക. ഓക്കെ, അതിന് പേരാണ്. അതിന് തന്നെ ദബ്ബാബ് എന്ന പേര് വെക്കാറുണ്ട്. ദബ്ബാബ് എന്താണ് പറയുക? ദബ്ബാബ് എന്ന്. പിന്നുള്ള അതിൽപ്പെട്ടതാണ് സൈക്കിളിന് സൈക്കിൾ ബൈസ്കിൽ എന്നാണ് പറയുക. ഇംഗ്ലീഷിൻ്റെ പേരിനെ ഒന്ന് അറബീകരിച്ചിട്ട് മാത്രമേ അതിനുള്ളൂ, വേറെ പേരില്ല. ഇനി നമ്മൾ അവസാനമായി ഇതിൽ നമ്മൾ സാധാരണ പിന്നെ ആവശ്യം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിക്കുന്നത് എന്താണ്? വിൻഷ് എന്ന് പറയും. വിഞ്ചിന് വിൻഷ് എന്ന് പറയാം. സയ്യാറ വിൻഷ്, അതായത് വലിക്കണ വണ്ടി. അതിൻ്റെ യഥാർത്ഥ ഒരു സയ്യാറ സഹാബ് എന്ന് പറയും. സഹാബ് അതായത് എന്തെങ്കിലും പിന്നെ വണ്ടി ബ്ലോക്ക് ആകുകയോ വഴിയിൽ കേടുവരികയോ ചെയ്താൽ വണ്ടിയെ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിക്കാണ് സയ്യാറ സഹാബ് എന്നോ വിൻഷ്, സയ്യാറ വിൻഷ്. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പറയാം വിൻഷ്. അവസാനത്തൊന്ന് നമുക്ക് പറയാമല്ലോ, അതെന്താ? 5ാമത്തത് വീണ്ടും നമുക്ക് പറയാം ഇസാഫ്. ആംബുലൻസ് വണ്ടിക്ക് എന്താ പറയാ? ഇസാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം അതിൻ്റെ ഡ്രൈവിംഗ് ആവാം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പേപ്പറുകളെക്കുറിച്ച് പറയലാവാം. അപ്പോഴൊക്കെ നിങ്ങൾക്കിത് പറയേണ്ടി വരില്ലേ? ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പദയാത്ര ആകുമ്പോഴേക്ക് നാം ഇതുവരെ പഠിച്ച എല്ലാ പദങ്ങളും പഠിച്ചിട്ട് വേണം അടുത്തേക്ക് കിടക്കാൻ. മഅസ്സലാമ.